ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോടൊരു ക്ഷമ ചോദിക്കുകയാണ്. ഇന്നലെ ഒരു പേഴ്സണൽ കാരണം ഇന്നലത്തെ ആ മത്സരത്തിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒട്ടും തന്നെ ആ മത്സരം കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മത്സരം കാണാതെ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. അതിൻ്റെ ഒരു ഫൈൻ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ കാണാതെ അത് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇന്നലെ അത് ചെയ്യാൻ പറ്റാത്തതിൽ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. ഏതായാലും ഈ വർഷത്തെ IPL ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8 വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഡൽഹി ക്യാപിറ്റൽസ് 142 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഫിൻ അലൻ്റെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സെഞ്ചുറിയുടെ മികവിൽ 14.2 ഓവറിൽ വെറും 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പോയിന്റ് ടേബിളിൽ 10ാമത് നിന്നിരുന്ന ഒരു ടീമാണ്. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ തോൽവികൾ അറിഞ്ഞു വന്ന ഒരു ടീം ഇപ്പോൾ ഋതത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുപ്പിച്ച് 4 മത്സരങ്ങളാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. എങ്കിലും പോയിന്റ് ടേബിളിൽ ഇപ്പോഴും 7ാമത്തെ ഒരു പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെ മികച്ച പ്രകടനങ്ങൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. ഏതായാലും ഈ മത്സരം നടന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നോർമലി വലിയ സ്കോർ വരുന്നത് നമ്മൾ കാണാറുണ്ട്. 230ഉം 240ഉം ഒക്കെ ഈ ഗ്രൗണ്ടിൽ വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എപ്പോഴും എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാനായിട്ട് ക്യൂറേറ്റർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ക്യൂറേറ്റർ ഒരുക്കിയ പിച്ച് എന്ന് പറയുന്നത് കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള പിച്ചായിരുന്നു. അതായത് ഒരു 220ഓ 230ഓ ഒന്നും വരുന്ന വിധത്തിലുള്ള ഒരു പിച്ചായിരുന്നില്ല. ഒരു 175 180 ഒക്കെ വരുന്ന വിധത്തിലുള്ള ഒരു പിച്ചാണ് ഒരുക്കിയത്. അത് മേ ബി ഡൽഹി ക്യാപിറ്റൽസിന്റെ മാനേജ്മെന്റ് പറഞ്ഞപ്പോഴായിരിക്കണം അങ്ങനെ ഒരു പിച്ച് ഒരുക്കാനായിട്ട് അവിടുത്തെ ക്യൂറേറ്റർ തയ്യാറായിട്ടുണ്ടാവുക. നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ല. പക്ഷേ എപ്പോഴും ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് എല്ലാ ടീമുകളും ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഉത്തരവൊന്നുമില്ല. പക്ഷേ ക്യൂറേറ്റർമാർ ആ ഒരു പർട്ടിക്കുലർ പിച്ച് അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഹോം ഗ്രൗണ്ടിൽ ആ ഹോം ടീമിന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന വിധത്തിൽ പിച്ച് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു അറിവോടുകൂടി അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഒരു സമ്മതത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഡ്രൈ സർഫസ് ഇന്നത്തെ മത്സരത്തിൽ ഒരുക്കിയത് എങ്കിൽ അത് ആ ക്യൂറേറ്ററിനെ നമുക്ക് തെറ്റു പറയാനായിട്ട് സാധിക്കില്ല. അത് ഡൽഹി മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫ് അവരുടെ തന്നെ കുഴി തോണ്ടുന്ന ഒരു പെർഫോമൻസ് ആയി പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം അങ്ങനെ ഒരു പിച്ച് ഒരുക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്പിന്നർമാർ എന്ന് പറയുന്നത് നല്ല സ്പിന്നർമാരാണ്. കുൽദീപ് യാദവും അക്ഷർ പട്ടേലുമാണ് ആ ടീമിലുള്ളത്. രണ്ടുപേരും ഇന്ത്യക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പിന്നർമാരുമാണ്. മറുഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും അനുകുൽ റോയും ഉണ്ട്. ഈ 3 സ്പിന്നർമാർ അവിടെ ഉണ്ട്. അതിൽ അനുകുൽ റോയ് ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമായതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്താം. അപ്പോൾ അത് പിന്നെയുള്ള 2 പേരെന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയും അതുപോലെ സുനിൽ നരേനുമാണ്. ഇവരെ നമ്മൾ അക്ഷർ പട്ടേലും അതുപോലെ തന്നെ കുൽദീപ് യാദവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കറണ്ട് ഫോമിൽ നോക്കുമ്പോൾ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും മികച്ച ഫോമിലാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് പ്രകടനമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 3 മാച്ചുകളായിട്ട് എക്സലന്റ് ആയിട്ട് ഒരു ബൗളിംഗ് പെർഫോമൻസ് ആണ് വരുൺ ചക്രവർത്തി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സുനിൽ നരേനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും മികച്ച ബൗളിംഗ് പ്രകടനമാണ്. അപ്പോൾ കുറച്ചും കൂടെ ഹെൽപ്പ് കിട്ടുന്ന ഒരു ഡ്രൈ സർഫസിൽ ബോൾ ചെയ്യേണ്ടി വന്നാൽ അദ്ദേഹം അപകടകാരിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. മറുഭാഗത്തേക്ക് വരുമ്പോൾ കുൽദീപ് യാദവിന്റെ ഫോം ഒട്ടും തന്നെ മികച്ചതല്ല. വളരെ മോശമായിട്ടുള്ള ഒരു ലൈൻ ആൻഡ് ലെങ്ത്തിലാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്ഷർ പട്ടേലിനും വിക്കറ്റ് നേടാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പിച്ച് ഒരുക്കാനായിട്ട് ഡൽഹിയുടെ മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫ് ആണ് ക്യൂറേറ്ററിനോട് പറഞ്ഞതെങ്കിൽ അത് ഉറപ്പായിട്ടും തങ്ങളുടെ കുഴി തോണ്ടുന്ന ഒരു പ്രകടനം തന്നെ ആയിപ്പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യം തന്നെ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഡ്രൈ സർഫസിൽ എന്തായാലും 2ാമത്തെ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ ഒരു ഹെൽപ്പ് കിട്ടും ഡ്യൂവിന്റെ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഏതായാലും മത്സരത്തിൽ ആദ്യഘട്ടത്തിൽ മികച്ചു നിൽക്കാനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിച്ചു. KL രാഹുലിനെ ആദ്യം തന്നെ നഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു ഡ്രൈ സർഫസിൽ KL രാഹുലിന്റെ ഒരു പെർഫോമൻസ് അദ്ദേഹം ഏറ്റവും മാക്സിമം ഒരു 20 ഓവേഴ്സ് വരെയെങ്കിലും ഡീപ്പിലേക്ക് മത്സരം കൊണ്ടുപോകുന്നത് ഡൽഹി ക്യാപിറ്റൽസിന് നല്ലതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്ക് അതിന് പറ്റുന്നതാണ്. പക്ഷേ ഇത് അങ്ങനെ ഉണ്ടായില്ല. അദ്ദേഹം ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഷോട്ട് എന്ന് തന്നെ ഞാൻ പറയും. കാർത്തിക് ത്യാഗിനെ അങ്ങനെ കടന്നാക്രമിക്കേണ്ട ഒരു ആവശ്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഷോട്ട് കളിച്ചിട്ടാണ് അദ്ദേഹം പുറത്തായത്. പക്ഷേ ഒരു സൈഡിൽ പതും നിസ്സംഗയുടെ ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. പതും നിസ്സംഗയും ടെക്നിക്കലി നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം ഇതുപോലെയുള്ള ഒരു സർഫസിലേക്ക് കളിക്കുമ്പോൾ അത് കാണാൻ തന്നെ
നല്ല രസമാണ്. ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് പതും നിസ്സംഗയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ ഒരു ആദ്യത്തെ 6 ഓവർ അവസാനിക്കുമ്പോഴേക്കും 55 റൺസിന് ഒരു വിക്കറ്റ് എന്ന് പറയുന്ന തെറ്റില്ലാത്ത ഒരു പ്രകടനമാണ് ഇങ്ങനത്തെ ഒരു സർഫസിൽ ഡൽഹി ക്യാപിറ്റൽസ് കാഴ്ചവെച്ചതെന്ന് പറയാതിരിക്കാനാവില്ല. പക്ഷേ നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടാണ് കളിക്കുന്നതെങ്കിൽ എപ്പോഴും ആ മത്സരത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കപ്പെടുക ആ ഒരു മിഡിൽ ഫേസിലാണ്. മിഡിൽ ഫേസ് എന്ന് പറഞ്ഞാൽ 9 ഓവറുകൾ, 7ാമത്തെ ഓവർ തൊട്ട് 15ാമത്തെ ഓവർ, ആ ഒരു ഫേസിലാണ് അവരുടെ ലോകോത്തര സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയം. സുനിൽ നരേനും വരുൺ ചക്രവർത്തി, ഇപ്പൊ അനുകുൽ റോയ് കൂടെ വന്നപ്പോൾ അനുകുൽ റോയും നല്ലപോലെ എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനും സാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ കൊൽക്കത്ത ഗ്രിപ്പ് എടുക്കുന്നത്. ആ ഒരു സമയത്ത് നല്ലപോലെ വിക്കറ്റ് എടുക്കാനും അല്ലെങ്കിൽ റൺസ് കൊടുക്കാതെ എറിയാനും കഴിയുന്ന ബൗളർമാരാണ് ഇവർ 3 പേര്. നമ്മൾ അനുകുൽ റോയുടെ ബോളിങ്ങിലേക്ക് ആദ്യം തന്നെ വരികയാണെങ്കിൽ അദ്ദേഹം ആ ഒരു പത്തും നിസ്സംഗയെ സെറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പതും നിസ്സംഗ ആ ഒരു അതിന് ഔട്ടാവിന് തൊട്ട് മുമ്പുള്ള ബോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് ജസ്റ്റ് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് വന്ന ബോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വന്നിട്ട് കവേഴ്സിന്റെ മുകളിൽ കൂടെ അടിച്ചൊരു ബൗണ്ടറി നേടിക്കൊണ്ടാണ് അർദ്ധ സെഞ്ചുറി തികച്ചത്. അതിന് അടുത്ത ബോള് ഈ പതും നിസ്സംഗയുടെ ഒരു ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചുകൊണ്ട് അതും സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് വൈഡായിട്ട് കുറച്ച് ബാക്കിലേക്ക് എറിയാനായിട്ട് അനുകുൽ റോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നിയത് അതൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിട്ടാണ് തോന്നുന്നത്. ശരിക്കും ഒരു ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൈഡായിട്ട് എറിഞ്ഞതുപോലെയാണ്. വൈഡ് ലൈനിന്റെ തൊട്ട് പുറത്താണ് ആ ബോൾ പോയതെന്ന് കാണാൻ സാധിക്കും. അതും ഇതുപോലെ തന്നെ ഇറങ്ങി അടിക്കാൻ ശ്രമിക്കുകയും മിസ്സാവുകയും സ്റ്റംപ്ഡ് ആവുകയുമായിരുന്നു. അത് നല്ലപോലെ സെറ്റ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആ ക്രിസ്റ്റൻ സ്റ്റബ്സ് ഔട്ടായ ബോളും അതുപോലെ തന്നെ നല്ല ഡ്രിഫ്റ്റ് കിട്ടുന്ന ഒരു ബൗളറാണ് അനുകുൽ റോയ്. അതായത് ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ എറിയുമ്പോൾ കുറച്ച് അകത്തേക്ക് വന്നതിന് ശേഷം കുത്തിയിട്ട് പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ അങ്ങനെ ഡ്രിഫ്റ്റ് കിട്ടുക എന്ന് പറയും. അത് നല്ല രീതിയിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളായിരുന്നു. നല്ല ഒരു വൈഡ് ഓഫ് ദി ക്രീസ് വന്നിട്ട് നല്ലപോലെ എറിഞ്ഞ് നല്ലോണം പുറത്തേക്ക് പോയി. ക്രിസ്റ്റൻ സ്റ്റബ്സിന് ഒരു ആൻസറും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു അനുകുൽ റോയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു മിഡിൽ ഫേസ് എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് ഈ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും കൂടെ ബോൾ ചെയ്യുമ്പോൾ വരുൺ ചക്രവർത്തിയുടെ ലെങ്ത്തിലും സ്പീഡിലുമായിരുന്നു പ്രശ്നമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലെങ്ത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെങ്ത്തിലാണ്. ആ പഴയ നമ്മൾ കാണുന്ന വരുൺ ചക്രവർത്തി ഏത് ലെങ്ത്തിലാണോ ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ഗുഡ് ലെങ്ത്തിൽ എറിഞ്ഞ് അകത്തേക്കും പുറത്തേക്കും എറിയുന്നത് നമ്മൾ കാണാറുണ്ട്. നല്ലപോലെ ഗൂഗിളി എറിയുന്ന ഒരു ബൗളറാണ് വരുൺ ചക്രവർത്തി. ഇന്ന് സമീർ റിസ്വി കളിച്ച അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഓവർ നോക്കിക്കഴിഞ്ഞാൽ 6 ബോളുകളിൽ 3 ബോളുകളും നേരെ വന്ന് കാലിൽ ഇടിക്കുന്നതാണ് കണ്ടത്. അത് നല്ലൊരു ലൈനിലും നല്ലൊരു ലെങ്ത്തിലും എറിയുമ്പോഴാണ് വരുൺ ചക്രവർത്തിക്ക് അങ്ങനത്തെ ഒരു ഹെൽപ്പ് ലഭിക്കുന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വരുൺ ചക്രവർത്തിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. സുനിൽ നരേന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒറ്റ ബോളുകൾ ഈവൻ ഒരു സ്ലോട്ടിൽ അതായത് കയറി കിട്ടുക എന്ന് പറയുന്നത് പോലും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈനിൽ എറിയുന്ന ഒരു ബൗളറാണ് സുനിൽ നരേൻ എന്ന് നമുക്കറിയാം. അതാണ് ആ ഒരു മിഡിൽ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ 9 ഓവറിൽ എനിക്ക് തോന്നുന്നു 47ഓ 48ഓ റൺസ് മാത്രമാണ് ഡൽഹി ക്യാപിറ്റൽസിന് നേടാനായിട്ട് സാധിച്ചത്. മത്സരം അവിടെ തന്നെ അവസാനിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴൊക്കെ എത്രയൊക്കെ റൺസ് നേടിയാലും ഈ 150 താഴെ ഒരു സ്കോറിൽ നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അവസാനത്തെ 5 ഓവറിൽ 50 റൺസ് നേടിയാൽ പോലും അവിടേക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാന ഘട്ടത്തിൽ അശുതോഷ് ശർമ്മയുടെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം. അശുതോഷ് ശർമ്മയൊക്കെ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അവർ പുറത്തിരുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു മത്സരത്തിൽ അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നത് കണ്ടിരുന്നു. അശുതോഷ് ശർമ്മയെ പോലെ ഒരു താരത്തിനെയൊന്നും ഇങ്ങനത്തെ ഒരു പിച്ചിൽ ഒരിക്കലും പുറത്തിരുത്താൻ പറ്റുന്നൊരു താരമല്ല എന്ന് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇന്നും ആ 19ാമത്തെ ഓവറിൽ ഒരു റിവേഴ്സ് സ്വീപ്പ് പോലെ ഒരു 6 അടിക്കുന്നത് കണ്ടിരുന്നു. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അല്ലെങ്കിൽ ഒരു ഫിനിഷറാണ് അശുതോഷ് ശർമ്മ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാർത്തിക് ത്യാഗിയുടെയും ബൗളിംഗ് പ്രകടനം വളരെ മികച്ചു നിന്നു. നല്ല രീതിയിൽ എറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അണ്ടർ-19 താരമായിരുന്നു. നല്ല ഒരു ബൗളിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെയും സൈഡിൽ നിന്ന് വന്നത്. ഏതായാലും ഈ ഒരു ബോളിങ്ങിൽ വന്ന ഒരു വ്യത്യാസം, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ആ ഒരു സ്പിന്നർമാരിൽ വന്ന ഒരു ക്വാളിറ്റി, അത് അവരുടെ ആ ഒരു ടോട്ടൽ പെർഫോമൻസിൽ നിഴലിച്ച് കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ പെർഫോമൻസ് കഴിഞ്ഞാൽ പതും നിസ്സംഗ 29 ബോളുകളിൽ നിന്നാണ് 50 റൺസ് നേടിയതെങ്കിൽ അശുതോഷ് ശർമ്മ 28 ബോളുകളിൽ നിന്ന് 39 റൺസ് എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഈ 142 ഒക്കെ എത്താനായിട്ട് DC-ക്ക് സാധിച്ചത് എന്നുള്ളതാണ്. അനുകുൽ റോയ് 4 ഓവറിൽ 31 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. 2 വിക്കറ്റും പ്രധാനപ്പെട്ട വിക്കറ്റുകളായിരുന്നു എന്നുള്ളതാണ്. വൈഭവ് അറോറ നല്ല ബോളിംഗ് പ്രകടനമായിരുന്നു. 3 ഓവറിൽ 29 റൺസിന് 1 വിക്കറ്റ് നേടാൻ സാധിച്ചു. സുനിൽ നരേൻ 4 ഓവറിൽ 17 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ബോളിംഗ് എത്ര മികച്ചതായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. 1 വിക്കറ്റ് നേടാൻ സാധിച്ചു. കാർത്തിക് ത്യാഗിയും നല്ല പ്രകടനം. 4 ഓവറിൽ 25 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിനും സാധിച്ചു. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 28 റൺസാണ്, വിക്കറ്റ് നേടാൻ സാധിച്ചില്ല. അവസാനത്തെ ഓവറായപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു പേശി വലിവ് ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് ബോൾ ചെയ്തത്.
ആ ഓവറിൽ തന്നെ എനിക്ക് തോന്നുന്നു 15-16 റൺസ് നേടി. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനവും 3 ഓവറിൽ 12 റൺസോ 13 റൺസോ എന്നുള്ള നിലയിലായിരുന്നു. ആ ഒരു ലൈനിലും ലെങ്ത്തിലും മികച്ച രീതിയിൽ എറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയും. ഏതായാലും 142 റൺസ് എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്ന സമയത്ത് കൊൽക്കത്തയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഇനീഷ്യൽ ഘട്ടത്തിൽ അജിങ്ക്യ രഹാനെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. അതുപോലെ തന്നെ ഫിൻ അലൻ ഒട്ടും തന്നെ ഫോമിലല്ലാണ്ട് നിൽക്കുന്ന ഒരു ബാറ്ററാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫിൻ അലന്റെ ഒരു താണ്ഡവമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ബിഗ് ബാഷ് ലീഗ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ നടക്കുന്ന IPL പോലെയുള്ള ലീഗിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം ലോകകപ്പിലേക്ക് എത്തിയത്. ആ ഒരു ടൂർണമെന്റിൽ ഏറ്റവും അധികം സിക്സർ നേടിയ താരമായിരുന്നു അദ്ദേഹം. പക്ഷേ ലോകകപ്പിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഫിൻ അലനെ പോലെയുള്ള പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു 14 മാച്ചുകളിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ഒരു 3-4 മാച്ച് അടിച്ച് ജയിപ്പിച്ചു തരും. അത് ഒറ്റയ്ക്ക് ഇതുപോലെ തീർത്തു തരുന്ന ഒരു പ്രകടനമായിരിക്കും. അതാണ് അദ്ദേഹത്തിനെ പോലെയുള്ള പ്ലെയേഴ്സിന്റെ ഒരു പ്രത്യേകത. എല്ലാ മാച്ചുകളും കൺസിസ്റ്റന്റ് ആയിട്ട് റണ്ണടിക്കുന്ന വിരാട് കോഹ്ലിയെ പോലെയൊന്നും നമുക്ക് അദ്ദേഹത്തിനെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇതുപോലെ ഒരു 3-4 മാച്ചുകളിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ആ മത്സരം സീൽ ചെയ്ത് നമ്മുടെ കയ്യിൽ തരുമെന്നുള്ളതാണ് ഈ ഒരു ബാറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കാണുകയും 47 ബോളുകളിൽ നിന്ന് 10 സിക്സറുകളുടെ സഹായത്തോടു കൂടി 100 റൺസ് നോട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ മത്സരത്തിൽ പിന്നെ ഒന്നും തന്നെ പറയാനില്ല. അവിടെ നമുക്ക് അതിനെപ്പറ്റി വേറെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത ഒരു കണ്ടീഷനാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തിന്റെ മികവ് നമ്മൾ പറയുമ്പോൾ നമ്മൾ DC-യുടെ ബൗളിങ്ങിന്റെ കുഴപ്പങ്ങൾ നമ്മൾ പറയണം. DC-യുടെ ബൗളിങ്ങിന്റെ കുഴപ്പങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ കുൽദീപ് യാദവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പിന്നർ എന്ന് പറയുന്നത്. അക്ഷർ പട്ടേലും കൂടുതൽ പവർ പ്ലേയിലാണ് ബോൾ ചെയ്യുന്നത്. അതിനുശേഷം ആ മിഡിൽ ഫേസിലേക്ക് വരുമ്പോൾ KKRന്റെ സ്പിന്നർമാരും DC-യുടെ സ്പിന്നർമാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കുൽദീപ് യാദവ് ഒട്ടും തന്നെ ഫോമിലല്ല എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഒരു പിച്ചിൽ സ്ലോട്ടിൽ എറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കയറ്റി എറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആ കയറ്റി ബാറ്റിന്റെ തുമ്പത്ത് എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുൽദീപ് യാദവ് എന്ന് പറയുന്ന സ്പിന്നറല്ല, ഏത് ലോകോത്തര സ്പിന്നർ വന്നാലും അടിച്ചകറ്റാനായിട്ട് എളുപ്പമാണ്. ഇത് തന്നെയാണ് വരുൺ ചക്രവർത്തിയെ പറ്റി നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ലോകകപ്പിലും അത് കഴിഞ്ഞിട്ടുള്ള KKRന്റെ ഇനീഷ്യൽ മത്സരങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ലെങ്ത് നഷ്ടപ്പെട്ടിരുന്നു, കയറ്റി എറിഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ലോ സർഫസ് ആണെങ്കിൽ പോലും, കുറച്ചൊരു പിടിച്ചു വരുന്ന പിച്ചാണെങ്കിൽ പോലും കയറ്റി എറിഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഫുൾ ടോസ് എറിഞ്ഞു കൊടുത്താൽ ആരാണ് അടിക്കാത്തത്? ഉറപ്പായിട്ടും അടി മേടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഗുഡ് ലെങ്ത്തിൽ എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന കുൽദീപ് യാദവിന്റെ ആ ഒരു പ്രകടനം, ഒരു മാജിക് ബൗളിംഗ് പ്രകടനം നമ്മളിപ്പോൾ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ലെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഒരു സ്പീഡിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ഇതെല്ലാം തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഡൽഹിക്ക് എന്തെങ്കിലും തന്നെ ഒരു ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ വിപ്രജ് നിഗത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ അല്ല, മെയിൻലി അദ്ദേഹം ഒരു ബാറ്റിംഗ് ആണ്. ബാറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള 2-3 ഓവറുകൾ എറിയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബൗളർ മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം ഇത് തന്നെയാണ്, സ്പീഡിലാണ് ബോൾ ചെയ്യുന്നത്. അതും ഈ ലെങ്ത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഫിന്നലിനെ പോലെയുള്ള ഒരു ബാറ്ററിന് ലെങ്ത്തിൽ കിട്ടണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. ഈവൻ ഗുഡ് ലെങ്ത്തിലാണെങ്കിൽ പോലും ബാക്ക് ഫുട്ടിൽ പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സിക്സ് അടിക്കുക, അല്ലെങ്കിൽ ആ കൺട്രി ഏരിയയിലേക്കൊക്കെ സിക്സ് അടിക്കാൻ പറ്റുന്ന ഒരു മികച്ച ബാറ്ററാണ് ഫിന്നലൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടെ അദ്ദേഹത്തിന്റെ എളുപ്പമായിട്ട് കയറ്റി എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഫിന്നലന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം, ഒപ്പം തന്നെ DC-യുടെ ബോളിംഗ് വളരെ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബൗളർമാരെ ഉപയോഗിക്കുന്ന രീതി, അതാണ് ടാക്ടിക്സ് ആൻഡ് പ്ലാനിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവിടെയും ആ ഒരു ടാക്ടിക്സിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലുങ്കി എങ്കിടി 2 ഓവർ മാത്രമാണ് ബൗൾ ചെയ്തത്. എന്തുകൊണ്ടാണ്, എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം അത്രമാത്രമേ എറിഞ്ഞുള്ളൂ. മിച്ചൽ സ്റ്റാർക്കിനെയൊക്കെ പോലെയുള്ള ബൗളർമാരെയും ലുങ്കി എങ്കിടിയൊക്കെ തന്നെ ഇനീഷ്യലി തന്നെ ആ പവർ പ്ലേയിൽ തന്നെ മാക്സിമം ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഫിന്നനെ പോലെ ഒരു ബാറ്റർ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ് ലുങ്കി എങ്കിടി. അവരെ പോലെയുള്ള ബൗളർമാരെയൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എറിയിച്ച് അദ്ദേഹത്തിന് വിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇതുപോലെ ഒറ്റയ്ക്ക് മത്സരം തീർക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. അവിടെയൊക്കെ കുൽദീപ് യാദവിനെ പോലെയും വിപ്രജ് നിഗമനെയൊക്കെ പോലെയുള്ള ബൗളർമാരെ കൂടുതൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഈ പ്ലാനിങ്ങിലും ടാക്ടിക്സിലും വന്ന ഒരു പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഫിന്നലൻ 47 ബോളുകളിൽ നിന്ന് 100 നോട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ മത്സരം അവസാനിച്ചു. കാമറോൺ ഗ്രീൻ 27 ബോളുകളിൽ നിന്നാണ് 33 റൺസ് നേടിയത്. മിച്ചൽ സ്റ്റാർക്ക് 3 ഓവറിൽ 31 റൺസാണ് വഴങ്ങിയത്, വിക്കറ്റ് നേടാൻ സാധിച്ചില്ല. അക്ഷർ പട്ടേൽ 4 ഓവറിൽ 27 റൺസ്, ലുങ്കി എങ്കിടി 2 ഓവറിൽ വെറും 7 റൺസാണ് വഴങ്ങിയത്. വിപ്രജ് നിഗത്തിന്റെയും കുൽദീപ് യാദവിന്റെയും പെർഫോമൻസ് നോക്കുമ്പോൾ ഒരാൾ 2 ഓവറിൽ 34 റൺസ് വഴങ്ങിയപ്പോൾ കുൽദീപ് യാദവ് 3 ഓവറിൽ 41 റൺസാണ് വഴങ്ങിയത്. അതായത് ആ രണ്ടുപേരും ചേർന്ന് തന്നെ 75 റൺസ് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ മത്സരം അവിടെ അവസാനിച്ചു. 7 ഓവറിൽ 5 ഓവർ മാത്രമാണ് രണ്ടുപേർക്കും ബോൾ ചെയ്യാനായിട്ട് സാധിച്ചത്. ആ 5 ഓവറിൽ നിന്നാണ് ഈ പറയുന്ന 75 റൺസ് നേടാനായിട്ട്
കൊൽക്കത്തയ്ക്ക് സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ബോളിംഗ് പ്രകടനം വന്നതിന് ശേഷം പിന്നെ മത്സരം തിരിച്ചു പിടിക്കാനായിട്ട് ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും KKRനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മുന്നിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കും. DCയെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി കിട്ടിയ ഒരു ഗ്രിപ്പ് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരു ചോദ്യം മാത്രമാണുള്ളത്, എന്തുകൊണ്ടാണ് ഡേവിഡ് മില്ലറിനെ ടീമിൽ കളിപ്പിക്കാത്തത് എന്നുള്ളതാണ്. ഡേവിഡ് മില്ലറിനെ പോലെ ഒരു താരം മിഡിൽ ഓർഡറിൽ ഉണ്ടാവേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു ഫോറിൻ താരത്തിനെ പുറത്തിരുത്തി അദ്ദേഹത്തിനെ ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഒരുപാട് മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. ആ മത്സരങ്ങളുടെ എല്ലാം വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.